बोलो भारत माता की जय जय बीजेपी जय जय भारत माता जय जय भारत माता ഇന്ന് ആനാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാവിലെ മുതൽ ആരംഭിച്ച് ഇവിടെ സമാപന സമ്മേളനം നടക്കുന്ന ഈ ജനരക്ഷാ യാത്രയ്ക്ക് നേതൃത്വം നൽകിയ പാലോട് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് അതിന് നേതൃത്വം നൽകിയ ആനാട് ജാഥ ക്യാപ്റ്റൻ ശ്രീ രഞ്ജിത്ത് ആനാട് ഏരിയ പ്രസിഡന്റ്, മൂഴി ഏരിയ പ്രസിഡന്റ് ശ്രീ ഷിബു തീർത്ഥങ്കര, ഇവിടെ ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്ന പാലോട് മണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രശാന്ത് ചെറുവേലി, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള പാർട്ടിയുടെ സംസ്ഥാന വക്താവ് ശ്രീ പാലോട് സന്തോഷ്, പാർട്ടിയുടെ നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീ മുകേഷ് മാറനാട്, ഭാരതീയ ജനതാ പാർട്ടിയുടെ മേഖലാ വൈസ് പ്രസിഡന്റ് ശ്രീ പൂവത്തൂർ ജയൻ, തിരുവനന്തപുരം നോർത്ത് ജില്ലാ ട്രഷറർ ശ്രീ ഗണേഷ് എം പിള്ള, ബിജെപി തിരുവനന്തപുരം നോർത്ത് ജില്ലാ കമ്മിറ്റി മെമ്പർ ശ്രീ മുരളീധരൻ നായർ, പാലോട് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള അതുൽ, വിഷ്ണു, വിമൽ രാജ്, ബിജെപിയുടെ ജില്ലാ കമ്മിറ്റി അംഗം ശ്രീ വെള്ളയം ദേശം അനിൽ, വേദിയിലുള്ള ഇവിടെ സ്വാഗതം ആശംസിച്ച ആനാട് മണ്ഡലം സെക്രട്ടറി അനീഷ് കൃഷ്ണ കല്ലിയോട്, ഇവിടെ സിപിഐയുടെ നേതാവായിരുന്ന AISF സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ശ്രീ അരുൺ, ബിജെപിയുടെ ടൗൺ വാർഡ് പ്രസിഡന്റ് ഷിബു, മുൻ പഞ്ചായത്ത് മെമ്പർ ശ്രീ സതികുമാർ, ശ്രീമതി ദിവ്യ, ശ്രീ കല്ലിയോട് രാമചന്ദ്രൻ നായർ, കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് മുരളീധരൻ നായർ, മണ്ഡലം സെക്രട്ടറിമാരായിട്ടുള്ള സുരേഷ് നന്ദിയോട്, സുജിത്, ശ്രീമതി ഉഷ രാജ്, രാജേന്ദ്ര പ്രസാദ് ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും നമസ്കാരം. ആനാട് ഭാരതീയ ജനതാ പാർട്ടിക്ക് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സീറ്റൊന്നും കിട്ടാത്ത ഒരു പഞ്ചായത്താണ്. 8 സീറ്റുകളിൽ 19 വാർഡുകളിൽ 8 എണ്ണത്തിൽ നമ്മൾ 2ാം സ്ഥാനത്തായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോ ശ്രീ പ്രശാന്ത് ഇവിടെ പറഞ്ഞു, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 30-ൽ 17 സീറ്റിൽ ബിജെപി മുന്നിട്ട് നിന്നു. 30-ൽ 17 ബൂത്തുകളിൽ ബിജെപി മുന്നിട്ട് നിന്നു. മാത്രമല്ല ആനാട് പഞ്ചായത്തിലെ ആകെ വോട്ട് നോക്കിക്കഴിഞ്ഞാൽ ബിജെപി ആണ് 1ാം സ്ഥാനം. പക്ഷേ ഞാൻ ആനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് പ്രചരണത്തിന് വന്നപ്പോ അന്ന് കണ്ട ജനങ്ങളുടെ താൽപര്യവും ആവേശവും, ആ ആവേശത്തിന്റെ അടിസ്ഥാനത്തിൽ ബിജെപി 30-ൽ 17 ബൂത്തിൽ മുന്നിട്ട് നിന്നുവെങ്കിൽ ഞാൻ അതുമായിട്ട് ഇന്നത്തെ ഈ ആവേശത്തെ കാണുമ്പോൾ എനിക്ക് നിസ്സംശയം പറയാൻ കഴിയും, ഭാരതീയ ജനതാ പാർട്ടി ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടി ആനാട് പഞ്ചായത്ത് ഭരിക്കാൻ പോവുകയാണ്.
കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ഇപ്പൊ സമയം ഏതാണ്ട് 7:30 മണിയായി. അതിനിടയിൽ വരണഭഗവാൻ നമ്മളെ ഒന്ന് പരീക്ഷിച്ചു നോക്കി. വരണഭഗവാൻ പരീക്ഷിച്ചു നോക്കിയപ്പോ നമ്മൾ ഭഗവാനോട് പറഞ്ഞു, ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് വേണം. ഭഗവാൻ അനുഗ്രഹിച്ച് പിന്മാറി. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി രാജ്യം മുഴുവൻ അഴിമതിക്കെതിരായിട്ട് സുതാര്യമായിട്ടുള്ള ഭരണം കാഴ്ചവെക്കുന്ന സർക്കാരുകൾക്ക് നേതൃത്വം നൽകുന്ന പാർട്ടിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 11 കൊല്ലക്കാലത്തെ കേന്ദ്ര സർക്കാരിന്റെ ഭരണം, നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിൽ ഒരൊറ്റ അഴിമതി ആരോപണം കേന്ദ്ര സർക്കാരിലെ ഒരു മന്ത്രിക്കെതിരായിട്ടും 2014 മുതൽ 19 വരെയുള്ള ഒന്നാം നരേന്ദ്രമോദി സർക്കാരിൽ ഉന്നയിക്കാൻ സാധിച്ചില്ല. 19 മുതൽ 24 വരെയുള്ള രണ്ടാം നരേന്ദ്രമോദി സർക്കാരിൽ ഉന്നയിക്കാൻ സാധിച്ചില്ല. 24 ശേഷം നിലവിലുള്ള മൂന്നാം നരേന്ദ്രമോദി സർക്കാരിലും ഒരഴിമതി ആരോപണം പോലും ഉന്നയിക്കാൻ സാധിച്ചില്ല. നമ്മളൊന്ന് താരതമ്യം ചെയ്താൽ മതി. 10 കൊല്ലക്കാലം, നമ്മുടെ 11 കൊല്ലക്കാലം, ഈ സർക്കാരിന്റെ നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രി എന്നുള്ള നിലയിലുള്ള 11 കൊല്ലക്കാലം, ആ 11 കൊല്ലക്കാലത്തെ UPA സർക്കാരിന്റെ 10 വർഷക്കാലവുമായിട്ട് താരതമ്യം ചെയ്താൽ മൻമോഹൻ സിംഗ്ജിയുടെ നേതൃത്വത്തിൽ 2004 മുതൽ 14 വരെയുള്ള 10 വർഷക്കാലം, ഇനി അഥവാ UPA സർക്കാർ മാത്രമല്ല, കേരളത്തിൽ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഭരണത്തിലിരിക്കുന്ന ശ്രീമാൻ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ, ഈ രണ്ട് സർക്കാരുകളിലും കേരളത്തിലും രാജിവെച്ചു പോകേണ്ടി വന്നിട്ടുണ്ട്, കേന്ദ്രത്തിലും മന്ത്രിമാര് രാജിവെച്ചു പോകേണ്ടി വന്നു. നരേന്ദ്രമോദി സർക്കാരിൽ ഒരൊറ്റ മന്ത്രി പോലും അഴിമതി ആരോപണത്തിന്റെ പേരിൽ രാജിവെച്ചു പോകേണ്ടി വന്നില്ല. കാരണം ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു ഭരണ സംവിധാനമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണ സംവിധാനം. ജനങ്ങളാണ് ആത്യന്തികമായിട്ട് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി, അതിനുവേണ്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി പറഞ്ഞത്, ഈ സർക്കാർ എല്ലാവർക്കും വേണ്ടിയാണ്, എല്ലാവരോടും ഒപ്പമാണ്, എല്ലാവർക്കും വികസനം എത്തിക്കാൻ വേണ്ടിയാണ്, എല്ലാവരുടെയും പരിശ്രമത്തിലൂടെയാണ് രാജ്യം മുന്നോട്ട് നീങ്ങുക. നിരവധി പ്രതിസന്ധികൾ, ആ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും ഈ രാജ്യത്തെ ജനങ്ങൾ തങ്ങളോടൊപ്പമുണ്ടാകും. ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഭരണമാണിത് എന്നുള്ള കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടോടുകൂടി പോയപ്പോൾ ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വത്തെ, പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ അംഗീകരിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, കള്ളപ്പണം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് 1000-ന്റെയും 500-ന്റെയും ഒക്കെ നോട്ടുകൾ നിരോധിച്ചപ്പോ, നോട്ടുകൾ പിൻവലിച്ചപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള പ്രചരണങ്ങൾ നടന്നിരുന്നു, ഏതൊക്കെ തരത്തിൽ. എല്ലാ ദിവസവും രാത്രി, എനിക്ക് ഓർമ്മയുണ്ട്, പല ദിവസങ്ങളിൽ ചാനൽ ചർച്ചകളിൽ, മിക്കവാറും ആ കാലത്ത് ചാനൽ ചർച്ചകളിൽ ഞാൻ പങ്കെടുക്കാറുണ്ടായിരുന്നു. ആ ചാനൽ ചർച്ചകളിൽ ഭാരതീയ ജനതാ പാർട്ടിക്കെതിരായിട്ട് CPM-ഉം കോൺഗ്രസും പിന്നെ ഈ ചർച്ച നയിക്കുന്ന ആങ്കർ പേഴ്സണും, ഇവർ 3 പേരും ചേർന്ന് ഏതൊക്കെ തരത്തിലുള്ള ആരോപണങ്ങൾ അഴിച്ചുവിട്ടിരുന്നു എന്ന്. പക്ഷെ അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ എന്തുണ്ടായി? ഈ രാജ്യത്തെ ജനങ്ങൾ നരേന്ദ്രമോദിയെ അംഗീകരിച്ചു. കോവിഡ്, ഈ നോട്ട് പിൻവലിക്കൽ ഓർമ്മയില്ലാത്ത ആളുകൾക്കും കോവിഡ് ഓർമ്മയുണ്ടാവും. കോവിഡിന്റെ കാലത്ത് ഏതൊക്കെ തരത്തിലുള്ള പ്രചരണങ്ങൾ നടന്നു? ഓക്സിജൻ ലഭ്യമല്ല, PPE കിറ്റ് ലഭ്യമല്ല, ആളുകൾ മരിച്ചു വീഴുന്നു. അന്താരാഷ്ട്ര മാധ്യമങ്ങളെ അടക്കം ഉപയോഗിച്ചുകൊണ്ട് നരേന്ദ്രമോദി സർക്കാരിനെതിരായിട്ട് പ്രചരണം അയച്ചുവിട്ടു. ഗംഗയില് മൃതദേഹങ്ങൾ ഒഴുകി നടക്കുന്നു. എത്രയെത്ര ചിത്രങ്ങൾ.
പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷവും നരേന്ദ്രമോദിയെ ജനങ്ങൾ അംഗീകരിച്ചു. കാരണം എന്താ? നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി ഈ രാജ്യത്ത് അഴിമതിരഹിതമായിട്ടുള്ള സുതാര്യമായിട്ടുള്ള ജനക്ഷേമം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു സർക്കാർ, ആ സർക്കാരിന്റെ പ്രവർത്തനത്തിനാണ് നേതൃത്വം നൽകുന്നത്. ഞാനിത് പറയാൻ കാരണം, അഴിമതി എവിടെയാണെങ്കിലും ആ അഴിമതിക്കെതിരായിട്ട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുക്കുന്ന പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. അത് ആ നാടാണെങ്കിലും ഡൽഹിയിലാണെങ്കിലും. ആ നാട് തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് വലിയ ദൂരമൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. വളരെ സുന്ദരമായിട്ടുള്ള സ്ഥലം, വളരെ ശാന്തമായിട്ടുള്ള സ്ഥലം. തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് ദൂരെയല്ല എന്ന് ഞാൻ പറയാൻ കാരണം, വികസനം ഏറ്റവും വേഗത്തിൽ എത്താൻ കഴിയുന്ന പ്രദേശം. കാരണം കേരളത്തിന്റെ തലസ്ഥാനവുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്ഥലം, വലിയ വികസന സാധ്യതയുള്ള സ്ഥലം. ടെക്നോ പാർക്ക് വളരെ അടുത്ത്, ബ്രഹ്മോസ് വളരെ അടുത്ത്, VSSC വളരെ അടുത്ത്, ഇതെല്ലാമുള്ള സ്ഥലം. പക്ഷെ എന്തുകൊണ്ട് ആ നാടിന് ആ വികസനത്തിന്റെ പ്രയോജനം കിട്ടുന്നില്ല? കാരണം ഇവിടെ മാറി മാറി ഭരിച്ച ആളുകൾ കഴിഞ്ഞ ഇത്രയും വർഷക്കാലം അവരുടെ കീശ വിറപ്പിക്കുക എന്നുള്ളതല്ലാതെ ഈ നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമം, ആ ക്ഷേമം മുൻനിർത്തിക്കൊണ്ട്, ആ ക്ഷേമത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ഈ പഞ്ചായത്തിന്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോയി. എനിക്കിത് പറയുമ്പോ എനിക്ക് ഓർമ്മ വരുമ്പോ, ഇപ്പൊ ഇവിടെ രഞ്ജിത്തും അതിനു മുമ്പ് പ്രശാന്തും, ഇടയ്ക്ക് ഞാൻ ഫോൺ ചെയ്തപ്പോ പാലോട് സന്തോഷം പ്രസംഗിക്കുന്നത് ഒരു കഷ്ടം കേട്ടു. അത്രേ ഉള്ളൂ. കാരണം ഫോൺ ചെയ്തതിന്റെ ഒരു 2 മിനിറ്റ് 3 മിനിറ്റല്ലേ കേട്ടുള്ളൂ. മുഴുവൻ പ്രസംഗം കേൾക്കാനുള്ള അവസരം കിട്ടിയില്ല. ഈ പരാമർശങ്ങളിൽ, ഈ പ്രസംഗങ്ങളിൽ ആ നാട് പഞ്ചായത്തിന്റെ സ്ഥിതിയെക്കുറിച്ച് പറഞ്ഞു കേട്ടപ്പോ എനിക്കൊരു പഴയ സിനിമയാണ് ഓർമ്മ. നിങ്ങൾ ചില ആളുകളെങ്കിലും കണ്ടിട്ടില്ല, പഞ്ചവടിപ്പാലം എന്ന് പറയുന്നൊരു സിനിമയുണ്ട്. വേളൂർ കൃഷ്ണൻകുട്ടി എഴുതിയ കഥ KG ജോർജ് സിനിമയാക്കി. വാസ്തവത്തിൽ പഞ്ചവടിപ്പാലം അന്നുണ്ടാക്കിയപ്പോ ആ നാട് പഞ്ചായത്തിനെ മനസ്സിൽ വെച്ചുകൊണ്ടാണോ വേളൂർ കൃഷ്ണൻകുട്ടിയും അതുപോലെ KG ജോർജും ഈ കഥ, ഈ സിനിമയാക്കിയത് എന്നുള്ള സംശയം, അങ്ങനെ ഒരു കാര്യമാണ് എന്റെ മനസ്സിൽ വന്നത്. അങ്ങനെയുള്ള നിരവധി പഞ്ചവടിപ്പാലങ്ങൾ. അതാണ് ആ നാട്ടിന്റെ കഴിഞ്ഞ ഇത്രയും കൊല്ലക്കാലത്തെ ചരിത്രം. അല്ലെങ്കിൽ മണ്ണിട്ട് നികത്താൻ വേണ്ടിയിട്ട് പാർട്ടി പണം വാങ്ങുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കെട്ടിടത്തിന് നമ്പർ ഇടാൻ വേണ്ടിയിട്ട് പാർട്ടി പണം വാങ്ങുക, അതിനു വേണ്ടിയിട്ട് കോട വാങ്ങുക, ഇതൊക്കെ നമ്മള് ഇപ്പൊ ഈ ആധുനിക സാങ്കേതിക വിദ്യ വികസിക്കുന്നതിന്റെ പല പ്രയോജനങ്ങളിലൊന്നാണിത്. ഇനി മുതൽ എനിക്ക് CPM-കാരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ കേൾക്കുന്നുണ്ടാവും ധാരാളം പേര്. എനിക്ക് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങളിനി ഈ വോയിസ് മെസ്സേജ് ഒക്കെ അയക്കുമ്പോൾ സൂക്ഷിക്കണം. കാരണം വോയിസ് മെസ്സേജ് നിങ്ങൾ അയക്കുമ്പോ, ഫോണിൽ സംസാരിക്കുമ്പോ, ഈ 35 ലക്ഷം വാങ്ങിയ കാര്യവും ബാക്കിയുള്ളതൊക്കെ ഫോണിലൂടെ പറയുമ്പോ, നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഗത്യന്തരമില്ലാത്ത ഇതിനോടൊക്കെ മനം മടുത്തിട്ടുള്ള ആളുകൾ അവരത് റെക്കോർഡ് ചെയ്ത് പുറത്തുവിടും എന്ന് നിങ്ങൾ സംശയിക്കണം. അതുകൊണ്ട് സൂക്ഷിച്ചു വേണം ഇനിമേലാൽ ഇങ്ങനെയുള്ള സംഭാഷണങ്ങൾ ടെലിഫോണിലൂടെ നടത്തുന്നത്. അപ്പൊ അങ്ങനെയാണല്ലോ ഇവിടുത്തെ ഒരു 35 ലക്ഷത്തിന്റെ കഥ പുറത്തു വന്നത്. കാരണം ഇത് ഈ 35 ലക്ഷത്തിന്റെ കഥ പുറത്തു വരുന്ന ആരാ? BJP-കാരോടും സംസാരിച്ചതല്ല ഈ കാര്യം. ഇത് സംസാരിച്ചത് CPM-കാർ തമ്മിലാണ്. അവരുടെ ഇടയിൽ നിന്ന് തന്നെയാണ് ഇത് പുറത്തുവിട്ടിട്ടുള്ളത്. ഇപ്പൊ തൃശ്ശൂരിലെ ഒരു DYFI നേതാവ് കഴിഞ്ഞ ദിവസം ഇതേപോലെ ഒരു സംഭാഷണ ശകലം പുറത്തുവിട്ടത്, വോയിസ് റെക്കോർഡ് ചെയ്ത് പുറത്തുവിട്ടത് നമ്മൾ കേട്ടല്ലോ. MK കണ്ണൻ എന്ന് പറയുന്ന CPM-ന്റെ വലിയ നേതാവ് കപ്പലണ്ടി കച്ചവടം നടത്തിയിരുന്ന ആളാണ്. ഇപ്പൊ കോടീശ്വരനായി എന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ആരെങ്കിലും കപ്പലണ്ടി കച്ചവടം നടത്തിയിട്ട് ലോട്ടറി ടിക്കറ്റ് എടുത്തതിന്റെ പേര് കോടീശ്വരനായിട്ടുണ്ടാവും. അല്ലാതെ കപ്പലണ്ടി വിറ്റ് നടന്നിട്ട്
കോടീശ്വരനായിട്ടുള്ള ഒരനുഭവം നമ്മളാരും നേരിട്ട് കണ്ടിട്ടില്ല. CPM-ന്റെ നേതാക്കന്മാർ ഈ നടത്തുന്ന അഴിമതിയുടെ സംഭാഷണങ്ങൾ അത് സഹികെട്ട് ഈ പാർട്ടി അവരെല്ലാവരും ആത്മാർത്ഥതയുള്ള പാർട്ടിക്കാരായതുകൊണ്ടാണ്. ഈ പുറത്തുവിടുന്ന ആളുകൾ അവർക്ക് പാർട്ടിയോട് ആത്മാർത്ഥതയില്ല എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. അവർക്ക് പാർട്ടിയോട് ആത്മാർത്ഥതയുള്ളത് കൊണ്ടാണ് അവർ പുറത്തുവിടുന്നത്. കാരണം അവർക്കറിയാം ഈ മുകളിലിരിക്കുന്ന ആളുകൾ ഈ പാർട്ടിയെ വിറ്റ് തിന്നു കൊടുക്കുകയാണ്, ഈ പാർട്ടിയെ വിറ്റ് പണമുണ്ടാക്കുകയാണ്. അതുകൊണ്ട് പാർട്ടിയെ വിറ്റ് പണമുണ്ടാക്കുന്ന ആളുകളെ നിലക്ക് നിർത്താൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങൾ പുറത്തുവിടുന്നു എന്നുള്ളതാണ് കൊണ്ടാണ് ഇതൊക്കെ പുറത്തു വരുന്നത്. ഇവിടെ ഒരു ജിംനേഷ്യം പണിതോ അല്ലെങ്കിൽ കുറെ പണം ചെലവാക്കി ജിംനേഷ്യം പണിയാൻ വേണ്ടി. പക്ഷേ അതിപ്പോഴും തകർന്നു കിടക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ ആറ്റിങ്ങലിൽ, അവിടുത്തെ ആറ്റിങ്ങൽ ടൗൺ ഹാൾ കഴിഞ്ഞ 7-8 കൊല്ലമായിട്ട് പണിതുകൊണ്ടിരിക്കുകയാണെന്നാണ്. അവിടെയും CPM ആണ് ഭരിക്കുന്നത്. CPM ഭരിക്കുന്ന ആ മുനിസിപ്പാലിറ്റി 5.5 കോടി രൂപ ഈ മുനിസിപ്പൽ ടൗൺ ഹാൾ പണിയാൻ വേണ്ടിയിട്ട് ചെലവാക്കി. ഇപ്പോഴും പണി പൂർത്തിയാക്കിയിട്ടില്ല. നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുന്നത് അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥൻ എന്നാണ്. അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥൻ എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യർക്കൊന്നും സാധിക്കാത്ത കാര്യം അത് സാധിക്കുന്ന ആളാണെന്നാണ്. അതിന് ഉദാഹരണമായിട്ട് അദ്ദേഹവും അദ്ദേഹത്തിന്റെ വാഴ്ത്തുപാട്ടുകാരുമൊക്കെ പറയുന്നത്, ഇതാ കണ്ടില്ലേ, ദേശീയപാത പണിതു പിണറായി വിജയൻ, ഗെയിൽ പൈപ്പ് ലൈൻ നടപ്പിലാക്കി പിണറായി വിജയൻ. നമുക്കെല്ലാവർക്കും അറിയാം നരേന്ദ്രമോദി സർക്കാരിന്റെ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഈ സംസ്ഥാനത്തെ ദേശീയപാത മുഴുവൻ പണിതുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഉണ്ടാകുന്ന എല്ലാ വികസനവും, ആ വികസനം മുഴുവൻ കേന്ദ്ര സർക്കാർ നൽകുന്ന പണം കൊണ്ടാണ്. പക്ഷേ അദ്ദേഹം സ്വയം വീമ്പ് പറയുന്നത് ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടായിരുന്ന കാലത്ത് നടക്കാത്ത ഗെയിൽ പൈപ്പ് ലൈൻ ഞങ്ങളുടെ സർക്കാർ വന്നപ്പോൾ നടന്നു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പണിയാൻ പറ്റാതിരുന്ന ദേശീയപാത ഞങ്ങളുടെ സർക്കാർ വന്നപ്പോൾ പണിതു. എനിക്ക് ചോദിക്കാനുള്ളത്, ഇത്ര വലിയ കാര്യങ്ങളൊക്കെ നടത്തുന്ന പിണറായി വിജയൻ സർക്കാരിന് ഈ ജിംനേഷ്യം പണിയാൻ എന്താ ഇത്ര താമസം? പിന്നെ അപ്പൊ അതിനർത്ഥം ഇതിൽ നിന്നെല്ലാം എങ്ങനെ ഒരു തുക പോക്കറ്റിലാക്കാം എന്നുള്ളതാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലക്ഷ്യം, മാർക്സിസ്റ്റ് പാർട്ടി നടത്തുന്ന ശ്രമം. ജനങ്ങളുടെ പണം, നികുതിപ്പണം, ആ നികുതിപ്പണത്തിന്റെ ഒരംശം, ആ അംശം പോക്കറ്റിലാക്കുക എന്നുള്ളതാണ് ഈ വികസന പ്രവർത്തനം എടുക്കുന്നതിന്റെ പിന്നിലുള്ള ലക്ഷ്യം മുഴുവൻ. ഇന്നലെ ഞാനൊരു വാർത്ത കേട്ടു. നമ്മുടെ തിരുവനന്തപുരം പട്ടണത്തിൽ 5.5 കോടി ചെലവിട്ട് ഒരു റോഡ് പണിയാൻ റോഡുണ്ടാക്കി. ആ റോഡുണ്ടാക്കിയിട്ട് ഇന്നലെയും പിന്നെയൊന്നും പെയ്ത മഴയിൽ ആ റോഡ് ഒലിച്ചുപോയി. നാളെ ഉദ്ഘാടനം നിശ്ചയിച്ചിരുന്നു, തിങ്കളാഴ്ച ഉദ്ഘാടനം നടത്താൻ വേണ്ടി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭരണഭഗവാന്റെ കാര്യം. ഭരണഭഗവാന് കള്ളന്മാരാരാണെന്ന് കൃത്യമായിട്ടറിയാം. അതുകൊണ്ട് പണി നടത്തി ഉദ്ഘാടനത്തിന് വെച്ച റോഡില് നല്ലൊരു 2 മണിക്കൂർ മഴ പെയ്തപ്പോ ആ റോഡ് തന്നെ ഒലിച്ചുപോയി. അതാണ് തിരുവനന്തപുരത്ത് നടന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പഞ്ചവടിപ്പാലം എഴുതിയത് ആനാട് പഞ്ചായത്തിനെ, കേരളത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ്. കേരളത്തിൽ ആ കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതൊക്കെ നടക്കാൻ പോവുകയാണ്. ആനാട് പഞ്ചായത്ത് ഇപ്പൊ പറഞ്ഞല്ലോ, ഇവിടെ റോഡ് പണിയുന്നതിന്റെ കാര്യങ്ങൾ. റോഡ് പണിയുന്നു, അത് കഴിഞ്ഞ ഉടനെ തന്നെ അത് ഒലിച്ചു പോകുന്നു. 2 മഴ പെയ്താൽ പിന്നെ ആ റോഡ് അവിടെ ബാക്കിയില്ല. ഇങ്ങനെയൊരു സാഹചര്യം, ജനങ്ങളോട് പ്രതിബദ്ധതയില്ലാത്ത സർക്കാരുകൾ, പിന്നെ
കഴിഞ്ഞ ദിവസം നമ്മൾ വേറൊരു വാർത്ത നിങ്ങളെല്ലാവരും കണ്ടു കാണും. തിരുവനന്തപുരം നഗരസഭയിലെ ഒരു കൗൺസിലർ അവിടുത്തെ റോഡ് പണിക്ക് വേണ്ടിയിട്ട് 12 ലക്ഷം രൂപ അനുവദിച്ചതിൽ കൈക്കൂലി ചോദിച്ചു നാട്ടുകാരോട്. ഞാൻ എന്റെ ഒരു ഇതെന്താ വെച്ചാൽ, ഞാൻ ഇവരെയൊന്നും വലിയ തോതിൽ കുറ്റം പറയില്ല. കാരണം അവര് നോക്കുമ്പോ അവർ കാണുന്നത് അവരുടെ മുകളിലിരിക്കുന്ന ആൾക്കാർ ഇതിനേക്കാൾ വലിയ തോതിലുള്ള കോടികളാണ് കക്കുന്നത്. CPM-ന്റെ ലോക്കൽ സെക്രട്ടറിയും CPM-ന്റെ പഞ്ചായത്ത് പ്രസിഡന്റും CPM-ന്റെ പഞ്ചായത്ത് മെമ്പറും കോർപ്പറേഷൻ കൗൺസിലറും ഒക്കെ അവരുടെ മുകളിലുള്ള പാർട്ടി നേതാക്കന്മാരുടെ സ്ഥിതി നോക്കുമ്പോൾ എന്താ കാണുന്നത്? കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെടെ മാസപ്പടി വാങ്ങുക. അല്ലെങ്കിൽ കരിമണൽ കമ്പനിക്കാരെന്തിനാ എല്ലാ മാസവും മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസം തോറും പണം കൊടുക്കുന്നത്? മാസം തോറും പണം കൊടുക്കേണ്ട ഒരാവശ്യമില്ലല്ലോ. മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഇത്രയും തുക എല്ലാ മാസവും എന്തിനു കൊടുക്കുന്നു? ഏത് സേവനത്തിനാണ്? മുഖ്യമന്ത്രി എല്ലാ തവണയും നിയമസഭയിൽ പറഞ്ഞത്, എന്റെ മകൾ ഒരു കമ്പനി നടത്തുന്നത് തെറ്റാണോ? ഒരു തെറ്റുമില്ല. എന്റെ മകൾക്ക് ഒരു വ്യവസായം നടത്താനുള്ള സ്വാതന്ത്ര്യമില്ലേ? പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് എന്റെ മകൾ ആ കമ്പനിക്ക് നൽകിയിട്ടുള്ള സേവനത്തിന്റെ പേരിൽ ഒരു തുക വാങ്ങുന്നുണ്ടെങ്കിൽ അത് തെറ്റാണോ? തെറ്റില്ല. ഒറ്റ കാര്യം പറയണം മുഖ്യമന്ത്രി, എന്ത് സേവനാണ് താങ്കളുടെ മകൾ നൽകിയത്? താങ്കളുടെ മകളുടെ കമ്പനി ഈ കരിമണൽ കമ്പനിക്ക് വേണ്ടിയിട്ട് എന്ത് പ്രവൃത്തി ഏറ്റെടുത്തതിന്റെ പേരിലാണ് ഈ പണം കിട്ടിയത് എന്ന് വ്യക്തമാക്കാൻ മുഖ്യമന്ത്രിയുടെ മകൾക്ക് കഴിയുന്നില്ല, മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല, ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല. അപ്പൊ മാസം തോറും മാസപ്പടി വാങ്ങുന്ന മുഖ്യമന്ത്രിയുടെ മകളെ കാണുമ്പോ CPM-ന്റെ പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് ലോക്കൽ സെക്രട്ടറിയും കോർപ്പറേഷൻ കൗൺസിലറും ഒക്കെ അവരെല്ലാവരും കുറച്ച് ചില്ലറ വാങ്ങാനം എന്ന് അവർക്ക് തോന്നിപ്പോയി എന്നിരിക്കട്ടെ. അവർക്ക് സ്വയം തോന്നുന്നത് ഇവർക്കെല്ലാവർക്കും ഇതൊക്കെ ചെയ്യാമെങ്കിൽ എനിക്കെന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നുള്ള ചോദ്യമായിരിക്കണം അവരെ ഇങ്ങനെ വാങ്ങാൻ പ്രേരിപ്പിച്ചത്. പക്ഷെ ആ നാട് ജനങ്ങളെ സംബന്ധിച്ചോളം ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നാണ് നിങ്ങൾ കൈയിട്ട് വാരിയിരിക്കുന്നത്. ഈ നാട്ടിലെ ജനങ്ങൾ അവരുടെ നികുതിപ്പണം, ആ നികുതിപ്പണം ഉപയോഗിച്ച് ഇവിടെ നടക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ, ആ വികസന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വെച്ചുകൊണ്ടാണ് നിങ്ങളുടെ സ്വന്തം പോക്കറ്റിലേക്ക് പണം വാങ്ങിയിട്ടുള്ളത്. ഇവിടെ പറഞ്ഞു പാർട്ടി അക്കൗണ്ടിലേക്കാണ് പണം പോകുന്നത്. CPM മാത്രമാണ് അങ്ങനെ ഒരു പാർട്ടി ഉണ്ടാവുക. ഇപ്പൊ കരുവന്നൂരിൽ നടന്നത് എന്താ? കരുവന്നൂരിൽ 300 കോടിയുടെ വെട്ടിപ്പാണ് നടന്നത്. കരുവന്നൂർ സഹകരണ ബാങ്കിൽ ഈ 300 കോടിയുടെ വെട്ടിപ്പ് ഏതൊക്കെ തരത്തിൽ നടന്നു? ഇല്ലാത്ത ആളുകളുടെ പേരിൽ വ്യാജ പേരുകൾ ഉപയോഗിച്ച് വായ്പ സംഘടിപ്പിക്കുക, ആ വായ്പയിൽ നിന്ന് ഒരംശം പാർട്ടി നേതാക്കന്മാർക്ക്, വേറൊരംശം നേരിട്ട് പാർട്ടി അക്കൗണ്ടിലേക്ക്. ഇതുപോലെ ലോകത്തെവിടെയെങ്കിലും ആരെങ്കിലും ചെയ്തിട്ടുണ്ടാവും അറിയില്ല. അഴിമതി ആരോപണങ്ങൾ രാഷ്ട്രീയ രംഗത്ത് നിരവധി ആളുകൾക്കെതിരായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. ചില അഴിമതി ആരോപണങ്ങളൊക്കെ വസ്തുതാപരമായിട്ട് ശരിയാണ് എന്ന് ബോധ്യമാകുന്ന തെളിവുകളും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പേരിൽ നിരവധി രാഷ്ട്രീയ നേതാക്കന്മാരുടെ ആയിട്ടുള്ള ആളുകൾക്കെതിരായിട്ട് കേസെടുത്തിട്ടുണ്ട്. രാഷ്ട്രീയ നേതാക്കന്മാർ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോ CPM-ഉം കോൺഗ്രസും ഒക്കെ ചേർന്നിട്ടുള്ള ഇന്ത്യ സഖ്യം, ആ ഇന്ത്യ സഖ്യത്തിന്റെ നേതാവാണ് ലാലു പ്രസാദ് യാദവ്. ലാലു പ്രസാദ് യാദവ് അഴിമതി കാണിച്ചതിന്റെ പേരിൽ ശിക്ഷ അനുഭവിച്ച വ്യക്തിയാണ്. അനുഭവിച്ചെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ശിക്ഷിച്ചു, ജയിലിലടച്ചു. ആരോഗ്യ പ്രശ്നം കാരണം അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തു. ശിക്ഷിച്ചതിന് ശേഷം അഴിമതിയുടെ പേരിൽ ശിക്ഷിച്ചു. എന്താ അഴിമതി? ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ ആളുകളിൽ നിന്ന് കൈക്കൂലി വാങ്ങുക. 2, നമ്മുടെ പാറ്റ്നയിലെ റെയിൽവേ സ്റ്റേഷൻ, ആ റെയിൽവേ സ്റ്റേഷൻ പണയപ്പെടുത്തിയിട്ട്
ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുക. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും നാളെ പോയിട്ട് ആനാട് പഞ്ചായത്ത് ഓഫീസ് പണയപ്പെടുത്തിയിട്ട് എനിക്കൊരു 5 ലക്ഷം രൂപ വേണമെന്ന് ഏതെങ്കിലും ബാങ്കിൽ പോയിട്ട് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് വായ്പ തരുമോ? അല്ലെങ്കിൽ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ എനിക്കൊരു 10 ലക്ഷം രൂപ വേണം, ഞാൻ ബാങ്കിൽ പോയിട്ട് പറയാണ് പണയ വസ്തുവായിട്ട് നിങ്ങളുടെ സ്വന്തം എന്താ ഉള്ളത്, ഇതാ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ എടുത്തോളൂ. പാറ്റ്നയിലെ ഗാന്ധി മൈതാനം നമ്മുടെ പുത്തരിക്കണ്ട മൈതാനത്തിനേക്കാൾ വലിയ മൈതാനാണ്. ആ ഗാന്ധി മൈതാനം പണയപ്പെടുത്തിയിട്ട് പണം വാങ്ങി. കൊടുത്ത ബാങ്കുകാരനും കള്ളനാണ്, വാങ്ങിയ ലാലുവും കള്ളനാണ് എന്ന് കോടതി വിധിച്ചു. അങ്ങനെ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് വ്യക്തികൾക്കെതിരായിട്ട് ഈ തരത്തിൽ ആരോപണങ്ങൾ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഒരു പാർട്ടി അഴിമതിയിൽ പങ്കാളിയാണ്, ഒരു പാർട്ടിക്കെതിരായിട്ട് അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വരിക, ആ പാർട്ടി അഴിമതിയിൽ പങ്കാളിയാണെന്ന് വ്യക്തമാവുക, അങ്ങനെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരൊറ്റ പാർട്ടിക്കെതിരായിട്ടേ ഉണ്ടായിട്ടുള്ളൂ. അത് കരുവന്നൂരിലെ കേസുമായിട്ട് ബന്ധപ്പെട്ട് മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട്. കാരണം പാർട്ടി അക്കൗണ്ടിലേക്ക് നേരിട്ടാണ് പണം പോയിട്ടുള്ളത്. ഇവിടെ ഇപ്പൊ പറഞ്ഞു വരുന്നത് കരുവന്നൂർ മോഡൽ ഇവിടെ ആനാടും നടക്കുന്നു എന്നാണ്. കാരണം നിലം നികത്താൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് പണം വാങ്ങുന്നത് ഏതെങ്കിലും വ്യക്തികളല്ല, പാർട്ടി നേരിട്ട് പണം വാങ്ങുന്ന ഒരു സ്ഥിതി, അതാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചു, സ്വകാര്യമായിട്ട് ഒരു സ്വകാര്യ വ്യക്തി നിർമ്മിച്ച കെട്ടിടം, ആ കെട്ടിടത്തിന് അനധികൃതമായിട്ട് അത് പണിയാൻ വേണ്ടിയിട്ട് രണ്ടു കൂട്ടരും ഒരുമിച്ച് വന്നു, ഭരണപക്ഷവും പ്രതിപക്ഷവും ഈ പഞ്ചായത്തിൽ. കാരണം ഇന്ത്യ സഖ്യമാണ്, കേന്ദ്രത്തിൽ ഇന്ത്യ സഖ്യമാണെങ്കിൽ എന്തുകൊണ്ട് ആനാട് പഞ്ചായത്തിൽ ഇന്ത്യ സഖ്യം പാടില്ല എന്ന് അവർ രണ്ടുപേരും ആലോചിച്ചപ്പോ അവർക്ക് തോന്നി ഇതിൽ തെറ്റൊന്നുമില്ല, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നിന്നിട്ട് ചെയ്യാം. ഈ അഴിമതിയുടെ സൂത്രധാരനായിട്ട് ഒരു പഞ്ചായത്ത് മെമ്പർ, CPM-ന്റെ വാർഡ് മെമ്പർ, കൂടെ പഞ്ചായത്ത് പ്രസിഡന്റും വേറൊരു 4 ആൾക്കാരും. അതില് കോൺഗ്രസുകാർക്ക് നോക്കിയപ്പോ കോൺഗ്രസുകാർക്കും കുറച്ച് വീതം കിട്ടുമെന്നാണ് അവർ പ്രതീക്ഷിച്ചത്. ആ വീതം കിട്ടില്ല എന്ന് വന്നപ്പോ അത് പുറത്തുവിടാൻ വേണ്ടിയിട്ട് അവർ സാധനം തയ്യാറാക്കി വെച്ചിരുന്നു. ആ തയ്യാറാക്കിയ ലിങ്ക് BJP-ക്കാർക്ക് കിട്ടി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ആധുനിക സാങ്കേതിക വിദ്യയുടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ CPM-കാരും കോൺഗ്രസുകാരും ഒന്ന് കരുതിയിരിക്കണം. ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ നിങ്ങൾ കാണിക്കുന്ന തട്ടിപ്പ്, ആ തട്ടിപ്പ് നിങ്ങളുടെ കൂടെ തന്നെയുള്ള ആൾക്കാര് അത് ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തരും, അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിലെത്തിക്കും. കാരണം അവർക്ക് തന്നെ തോന്നും, അവർക്ക് തന്നെ സഹി കെട്ടിട്ട് അവർക്ക് പാർട്ടിക്കകത്ത് ഇത് പറയാൻ പറ്റില്ല. പാർട്ടിക്കകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പാർട്ടിയിൽ നിന്ന് പുറത്താവും. പാർട്ടിക്കകത്ത് വിമർശനം ഉന്നയിക്കാൻ അവസരമില്ല. അപ്പൊ പിന്നെ ഒരു വഴിയേ ഉള്ളൂ, BJP-ക്കാർക്ക് കൊടുക്കുക. നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് നീന്തൽ പഠിക്കാനുള്ള ഏറ്റവും വലിയ അവസരം, ആ അവസരമായിട്ട് ആയിരുന്നു താണിവേലിക്കോണം ചിറ. അത് എത്രയോ കാലമായിട്ട് പണിയുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോഴും പകുതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് നിൽക്കുന്നത്. ഈ രാജ്യത്ത് അധികാര വികേന്ദ്രീകരണം നടപ്പിലാക്കിയത് ജനപങ്കാളിത്തത്തോടുകൂടിയിട്ടുള്ള വികസനം അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയാണ്. അധികാര വികേന്ദ്രീകരണത്തിന്റെ ലക്ഷ്യം അതാണ്. 73-ാം ഭരണഘടനാ ഭേദഗതി, ആനാട് പഞ്ചായത്തിൽ എന്തു വേണം എന്നുള്ളത് ആനാട് ജനങ്ങൾ തീരുമാനിക്കും. ജനങ്ങളുടെ കൂട്ടുത്തരവാദിത്തത്തോടുകൂടി തീരുമാനങ്ങൾ എടുക്കും. ജനങ്ങളുമായിട്ട് തുടർച്ചയായിട്ട് നടത്തുന്ന സംവാദങ്ങൾ, തുടർച്ചയായിട്ടുള്ള ആശയവിനിമയം, ആ ആശയവിനിമയം ഇല്ലാതെ ജനപങ്കാളിത്തം സാധ്യമാകില്ല എന്നുള്ള നിലപാട്, അത് ആ കാര്യത്തിൽ ബോധ്യമുള്ള ഒരു പ്രധാനമന്ത്രിയാണ് ശ്രീ നരേന്ദ്രമോദിജി. ഈ പഞ്ചായത്തിൽ എന്ത് വേണമെന്ന് ജനങ്ങൾ തീരുമാനിക്കും, അത് നടപ്പിലാക്കുക എന്നുള്ളതാണ് ഈ പഞ്ചായത്തിന്റെ ഭരണാധികാരികളുടേത്. അതല്ലാതെ പാർട്ടിക്കാർക്ക് പോക്കറ്റിലിടാൻ എന്ത് കിട്ടും എന്നുള്ള മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലല്ല
ഈ പ്രദേശത്ത് നടത്തേണ്ട വികസന പ്രവർത്തനങ്ങൾ എന്തായിരിക്കും എന്ന് തീരുമാനമെടുക്കേണ്ടത്. അതുകൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്തെ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടുള്ള ആ പരിശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും കുടിവെള്ളം, എല്ലാവർക്കും വീടുകൾ, എല്ലാ വീടുകളിലും ശുചിമുറികൾ, എല്ലാവർക്കും ഗ്യാസ് കണക്ഷൻ, എല്ലാ വീട്ടിലും വൈദ്യുതി, എല്ലാ പ്രദേശങ്ങളിലും സഞ്ചാരയോഗ്യമായിട്ടുള്ള റോഡുകൾ. ഇതാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ ലക്ഷ്യം. എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കാനുള്ള ജൽ ജീവൻ പദ്ധതിയിൽ ആ പദ്ധതി നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്നു. ഏറ്റവും പിന്നിൽ നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ്. കാരണം കേരളത്തിൽ സംസ്ഥാനത്ത് ഭരണം നടത്തുന്നത് പിണറായി വിജയൻ, താഴെ ഭരണം നടത്തുന്നത് ചുരുക്കം ചില പഞ്ചായത്തുകൾ ഒഴിച്ചാൽ ബാക്കി എല്ലാ പഞ്ചായത്തുകളിലും ഭരണം നടത്തുന്നത് ഇന്ത്യ സഖ്യക്കാർ. ഈ രാജ്യത്തെ ദേശീയ തലത്തിൽ പദ്ധതിയുടെ 80.95% എന്ന് പറഞ്ഞാൽ 81% പൂർത്തിയായപ്പോൾ കേരളത്തിൽ അത് പൂർത്തിയായിട്ടുള്ളത് കേവലം 54%. കേരളം ഏറ്റവും പിറകിലാണ്. രാജ്യത്തെ 11 സംസ്ഥാനങ്ങൾ എല്ലാ വീടുകളിലും, എല്ലാ ഗ്രാമീണ വീടുകളിലും പൈപ്പ് കണക്ഷൻ എത്തിച്ചു കഴിഞ്ഞു. 2009 60 കോടി ചെലവഴിച്ചുകൊണ്ട് നിർമ്മാണം തുടങ്ങിയ ആനാട് നന്ദിയോട് സമഗ്ര കുടിവെള്ള പദ്ധതി, ആ പദ്ധതി എവിടെ എത്തി? എന്തുകൊണ്ട് അതിപ്പോഴും ഒച്ചിഴയുന്ന വേഗത്തിൽ ഇഴഞ്ഞു നീങ്ങുന്നു? കാരണം സംസ്ഥാനം മുഴുവൻ, സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്ന ഇതേ നിലപാട്, വികസനത്തിന് വേണ്ടിയിട്ടുള്ള പണം, ആ പണത്തിന്റെ ഒരംശം സ്വന്തം പോക്കറ്റിലിടാൻ എങ്ങനെ സാധിക്കും എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് വികസന പ്രവർത്തനങ്ങൾ എന്നുള്ള പേരിൽ നടപ്പിലാക്കുന്ന നിർമ്മാണമെങ്കിൽ ഇത് മാത്രമേ നടക്കുള്ളൂ. 10 വർഷമായിട്ട് ജനങ്ങൾക്ക് വെള്ളം കിട്ടാതെ നിർമ്മാണം കാടുമൂടിയ ആനാട് നന്ദിയോട് സമഗ്ര ശുദ്ധജല പദ്ധതി, ആ പദ്ധതി അട്ടിമറിച്ചതാരാ? ജനങ്ങൾക്ക് വെള്ളം കിട്ടുന്നില്ലെങ്കിലും ബില്ല് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്, അല്ലേ? ബില്ല് കിട്ടുന്നുണ്ട്. അതാണ് സ്ഥിതി നമ്മുടെ ഈ പഞ്ചായത്തില്. ഇപ്പൊ CPM-ഉം കോൺഗ്രസും അവര് പരസ്പരം പഴിചാരിക്കൊണ്ടിരിക്കുക. ആരാണ് ഉത്തരവാദി എന്നുള്ളതിൽ നമ്മുടെ തൊട്ടടുത്ത ആര്യനാട് പഞ്ചായത്തിൽ, ആ പഞ്ചായത്തിൽ ഒരു കുടിവെള്ള പദ്ധതി തേവിയാരുകുന്ന് അത് എടഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് ആ നാട് മാത്രമല്ല ഈ പ്രശ്നങ്ങൾ. CPM-ഉം കോൺഗ്രസും ഭരിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചായത്തുകൾ, ആ പഞ്ചായത്തുകളിലൊക്കെ സമാനമായിട്ടുള്ള സ്ഥിതിയാണുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സ്വന്തം കീശ നിറക്കാനുള്ള വെള്ളാനകളാക്കിയിട്ട് കണക്കാക്കുന്ന, മാറ്റിയിട്ടുള്ള ഇടത് വലത് മുന്നണികൾ, ആ മുന്നണികളാണ് ഈ നാടിന്റെ ഏറ്റവും വലിയ ശാപമായിട്ട് മാറിയിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞത്, ഒരു ഭാഗത്ത് പ്രധാനമന്ത്രി എല്ലാ വീട്ടിലും കുടിവെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം രാവ് പകൽ അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ഇന്ത്യ സഖ്യക്കാര് എങ്ങനെ ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കാം എന്നുള്ളതാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ നാട്ടില് ഇപ്പോ ഈ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള പുതിയ തീരുമാനങ്ങൾ, ദേശീയ തലത്തിലെടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ നമ്മുടെ നികുതി ഘടനയിൽ വലിയ പരിഷ്കാരം ഉണ്ടാക്കി. നിത്യോപയോഗ വസ്തുക്കളുടെ മുഴുവൻ നികുതി കുറച്ചു. 18% നികുതി ഉണ്ടായിരുന്ന നിരവധി വസ്തുക്കൾക്കിപ്പോ 5% ഉള്ളൂ. നിരവധി ജീവൻ രക്ഷാ മരുന്നുകളടക്കമുള്ള നിരവധി കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന നികുതി സമ്പൂർണമായും എടുത്തു കളഞ്ഞു. ജനങ്ങൾക്ക് മുഴുവൻ വലിയ ആശ്വാസം കിട്ടുന്ന ഒരു തീരുമാനമാണ് കേന്ദ്ര സർക്കാർ എടുത്തത്. നവരാത്രിയുടെ ആദ്യ ദിവസമായിട്ടുള്ള സെപ്റ്റംബർ 22 തീയതി അത് പ്രാവർത്തികമായി കഴിഞ്ഞു. പക്ഷെ നമ്മുടെ കേരളത്തിലെ ധനകാര്യമന്ത്രി പറയുന്നത് എന്താ? GST സംസ്ഥാനത്തിന് ഹാനികരമാണ്.
ദോഷകരമാണ്. കേരളത്തിലെ 4 കോടി ജനങ്ങളുടെ താൽപര്യം സംരക്ഷിക്കലാണോ ഈ സംസ്ഥാനത്തിന്റെ മന്ത്രിയുടെ ചുമതല? കേരളത്തിലെ 4 കോടി ജനങ്ങളുടെ താൽപര്യമാണ് ഈ സംസ്ഥാന ധനകാര്യമന്ത്രിക്ക് സംരക്ഷിക്കേണ്ടതെങ്കിൽ 4 കോടി ആളുകൾക്ക് പ്രയോജനമുണ്ടാകുന്ന ഒരു തീരുമാനം കേന്ദ്ര സർക്കാർ എടുക്കുമ്പോ ആ തീരുമാനം സംസ്ഥാനത്തിന് ഹാനികരമാണ് എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം എന്താ? എന്നിട്ട് നമ്മുടെ വിദഗ്ധന്മാർ എന്ന് പറയുന്ന ചില ആളുകളെ കൊണ്ട് നമ്മുടെ നാട്ടിലെ പത്രങ്ങളിലൊക്കെ ലേഖനം എഴുതിക്കും. ഈ വിദഗ്ധന്മാർ ആദ്യമേ തീരുമാനിക്കുകയാണ് ഈ GST പരിഷ്കരണം, നികുതി ഘടനയിൽ നടത്തിയിട്ടുള്ള പരിഷ്കരണം, നികുതി വെട്ടിക്കുറച്ച് ആ വെട്ടിക്കുറച്ചതിന്റെ ഫലമായിട്ട് കിട്ടേണ്ട പ്രയോജനം അത് കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാതെ CPM-ന്റെ രാഷ്ട്രീയ താൽപര്യം സംരക്ഷിക്കുന്ന തരത്തിൽ അങ്ങനെയുള്ള ഉദ്ദേശത്തോടുകൂടി എഴുതുന്ന ലേഖനങ്ങൾ, ആ ലേഖനങ്ങളാണ് മാധ്യമങ്ങളിൽ മുഴുവൻ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ ഗുണകരമായിട്ടുള്ളൊരു തീരുമാനം, ആ തീരുമാനം കേന്ദ്ര സർക്കാർ എടുക്കുമ്പോ ആ തീരുമാനത്തെ പിന്തുണയ്ക്കുന്നതിന് പകരം ആ തീരുമാനം കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് പ്രയോജനമുണ്ടാകും എന്ന് പറയുന്നതിന് പകരം സംസ്ഥാന ധനകാര്യമന്ത്രിയും അതോടൊപ്പം സംസ്ഥാനത്ത് CPM-ഉം സർക്കാരും നരേന്ദ്രമോദി സർക്കാർ എടുത്തു ആ തീരുമാനം എന്നുള്ളത് കൊണ്ട് ആ തീരുമാനത്തിനെതിരായിട്ട് നിലപാടെടുക്കുകയാണ്. ഈ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ളത്. രാജ്യത്ത് വിലക്കയറ്റം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം കേരളമാണ്. സ്വാഭാവികമായിട്ടത് ഞാൻ അക്കാര്യത്തിൽ അതിന്റെ ഉത്തരവാദികൾ ഇപ്പം ഭരിക്കുന്നവർ മാത്രമാണെന്ന് ഞാൻ പറയില്ല. കാരണം കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. കേരളത്തിന് ആവശ്യമായിട്ടുള്ള പച്ചക്കറിയുടെ 70% വരുന്നത് തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിൽ നിന്നാണ്. കേരളത്തിന് ആവശ്യമായിട്ടുള്ള അരിയുടെ 86% വരുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ്. കേരളത്തിന് ആവശ്യമായിട്ടുള്ള മുളക് മുഴുവൻ വരുന്നത് ആന്ധ്രയിലെ ഗുണ്ടൂരിൽ നിന്നാണ്. കേരളത്തിന് ആവശ്യമായിട്ടുള്ള പരിപ്പ് മുഴുവൻ വരുന്നത് തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നുമാണ്. കേരളത്തിന് ആവശ്യമായിട്ടുള്ള ഉള്ളി മുഴുവൻ വരുന്നത് മഹാരാഷ്ട്രയിൽ നിന്നാണ്. കേരളത്തിന് ആവശ്യമായിട്ടുള്ള ഉരുളക്കിഴങ്ങ് മുഴുവൻ വരുന്നത് അതിനപ്പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ്. ഇത്രയും ദൂരം വാഹനങ്ങളിൽ കൊണ്ടുവരുമ്പോ വില സ്വാഭാവികമായും കൂടും. എന്തുകൊണ്ട് ഇതൊന്നും കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നില്ല? കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിച്ചാൽ അതിനെതിരായിട്ട് സമരം ചെയ്യുന്നതും അതിനെതിരായിട്ട് കൊടികുത്തിയതും ഇതേ കൂട്ടർ തന്നെയാണ്. കേരളത്തിൽ എന്തുകൊണ്ട് വ്യവസായങ്ങൾ ഉണ്ടാകുന്നില്ല? കേരളത്തിൽ എന്തുകൊണ്ട് തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നില്ല? 2023 വരെയുള്ള സർവേ പ്രകാരം കേരളത്തിൽ നിന്ന് 22 ലക്ഷം ആളുകളാണ് അന്യ സംസ്ഥാനങ്ങളിലേക്ക്, അന്യ രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർത്തിട്ടുള്ളത്. നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ, ആ ചെറുപ്പക്കാർക്ക് കേരളത്തിൽ തൊഴിലവസരങ്ങൾ ലഭിക്കാത്തത് കൊണ്ട് അവർ അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു. ഇന്ന് കേരളത്തിലെ വിദ്യാർത്ഥികളടക്കം കേരളത്തിൽ പഠിക്കാൻ താല്പര്യപ്പെടുന്നില്ല. 2.25 ലക്ഷം സീറ്റുകളാണ് കേരളത്തിലെ കോളേജുകളിലുള്ളത്. 80,000 സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു എഞ്ചിനീയറിംഗ് കോളേജ് നടത്തുന്ന ഒരു മാനേജ്മെന്റിന്റെ ആളുകളെ കണ്ടു. ഞാൻ ചോദിച്ചു, എങ്ങനെയാ സ്ഥിതി? പറഞ്ഞു, ധാരാളം സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുക. വേറൊരു കോളേജിന്റെ മാനേജ്മെന്റിനെ കണ്ടു. അവരോട് ചോദിച്ചു, എങ്ങനെയാ? 1-2 കോഴ്സുകളിൽ ആളുണ്ട്, ബാക്കി കോഴ്സുകളിൽ ആളില്ല. കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കേരളത്തിലെ കുട്ടികളെ ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കണമെന്ന് കേരളത്തിലെ രക്ഷാകർത്താക്കൾക്ക് താല്പര്യമില്ലാത്ത ഒരു സാഹചര്യം, ആ സാഹചര്യം സൃഷ്ടിക്കാൻ ഉത്തരവാദികളാരാ? ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് CPM-നും കോൺഗ്രസിനും പിന്മാറാൻ പറ്റുമോ? കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ വൻകിട ആശുപത്രികൾ മുഴുവൻ തന്നെ, ആ വൻകിട ആശുപത്രികൾ, സ്വകാര്യ ആശുപത്രികൾ മുഴുവൻ തന്നെ ബഹുരാഷ്ട്ര കമ്പനികൾ അവർ ഓഹരി എടുത്തുകൊണ്ടിരിക്കുക. എല്ലാ വലിയ കമ്പനികൾ, വലിയ ആശുപത്രികൾ, തിരുവനന്തപുരം, ഞാൻ പേരുകൾ പറയുന്നില്ല, തിരുവനന്തപുരത്തെ പേരെടുത്ത് പറയാൻ പറ്റുന്ന എല്ലാ വൻകിട ആശുപത്രികളും, ആ ആശുപത്രികൾ അന്ന്
തുടങ്ങിയ സമയത്തുള്ള പേര് ഇപ്പോഴും ഉണ്ട്. ആ തുടങ്ങിയ സമയത്തുള്ള മാനേജ്മെന്റ് അല്ല ഇപ്പോൾ ഉള്ളത്. തുടങ്ങിയ സമയത്തുള്ള മാനേജ്മെന്റ് അല്ല ഇപ്പോൾ ഉള്ളത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്ത് നമ്മുടെയൊക്കെ നാട്ടിലെ ബാങ്കുകൾ, അത് സ്റ്റേറ്റ് ബാങ്ക് ആണെങ്കിലും കനറ ബാങ്ക് ആണെങ്കിലും വിജയ ബാങ്ക് ആണെങ്കിലും, എനിക്ക് ഓർമ്മയുണ്ട്, നമ്മളൊരു ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പരിചയമുള്ള ആളുണ്ടാവും. കുറെ കൊല്ലങ്ങളായിട്ട് ഒരേ ആളാണ് അവിടെ. വിജയ ബാങ്കില്, ധനലക്ഷ്മി ബാങ്കില് നമ്മൾ അവിടെ പോയിട്ട് ബാങ്കിൽ നിന്ന് ചില്ലറ എന്തെങ്കിലും കുറച്ച് പൈസ വിഡ്രോ ചെയ്യണം, കുറച്ച് പൈസ ഡെപ്പോസിറ്റ് ചെയ്യണം, അതിനൊക്കെ പോകുമ്പോ നമുക്ക് പരിചയമുള്ള ഒരാളുണ്ടാവും. അയാളോട് പറയും, ചേട്ടാ എനിക്കൊരു 2000 രൂപ വേണം. അയാൾ നേരെ ശരിയാക്കി തരും. എന്റെ തന്നെ പൈസ, വേറെ എവിടെന്നെങ്കിലും എടുത്ത് തരുന്നതല്ല, എന്റെ അക്കൗണ്ടിലുള്ള പണം. അല്ലെങ്കിൽ എനിക്കൊരു 5000 രൂപ ഇടണം. ഇന്ന് പുതുതലമുറ ബാങ്കുകൾ വന്നു. ഈ പുതുതലമുറ ബാങ്കുകളുടെ പ്രത്യേകത എന്താ? നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവർക്ക് ആർക്കും നമ്മളെ അറിയില്ല, നമുക്ക് അവരെ അറിയില്ല. ഇന്നലെ ഇരുന്ന ആളല്ല നാളെ ഇരിക്കുന്നത്. അതുകൊണ്ട് എന്താ, ഒരു വീഴ്ച, ഒരു അടവ് വായ്പയെടുത്ത് ഒരടവ് വീഴ്ച വരുത്തിയാൽ അടുത്ത ദിവസം നോട്ടീസ് വരും, അതിനടുത്ത ദിവസം ജപ്തി നോട്ടീസ് വരും. ഈ നാട്ടിൽ സാധാരണക്കാരന്റെ ജീവിതം ദുസ്സഹമാവുന്നു. ആശുപത്രികളിൽ അത് വരാൻ പോവുകയാണ്. നാളെ മുതൽ എന്ന് പറയുമ്പോൾ വരാനിരിക്കുന്ന കാലത്ത് നമ്മൾക്കാർക്കെങ്കിലും എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടായി ഒരാശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ, പണ്ടാണെങ്കിൽ നമുക്ക് പരിചയമുള്ള ഡോക്ടറുണ്ട്, ആ ഡോക്ടറെ കാണാൻ പോയി കഴിഞ്ഞാൽ ഡോക്ടർക്ക് കൊടുക്കേണ്ട ഫീസ് ഫിക്സ് ചെയ്തിട്ടുള്ള ഫീസല്ല, നമ്മൾ എന്തെങ്കിലും കൊടുത്താൽ നമ്മുടെ ശേഷി അനുസരിച്ചിട്ട്. ഇപ്പോഴും നാട്ടിൻപുറത്ത് അതാണ് സ്ഥിതി. വലിയ ആശുപത്രികൾ എന്താ, ഡോക്ടറെ കാണണമെങ്കിൽ ആദ്യം അവിടെ ചെന്ന് നമ്മുടെ പേരും ഡീറ്റെയിൽസും കൊടുത്ത് നമ്മൾ കാർഡ് എടുക്കണം. ആ കാർഡ് എടുക്കണമെങ്കിൽ ചുരുങ്ങിയത് 750 രൂപ, അതിലും കൂടിയാണ്. നാളെ ബഹുരാഷ്ട്ര കമ്പനികൾ ആരോഗ്യ മേഖലയിലേക്ക് കൂടുതൽ വരുന്തോറും മനുഷ്യത്വം നഷ്ടപ്പെട്ടിട്ടുള്ള, മനുഷ്യമുഖമില്ലാത്ത കേന്ദ്രങ്ങളായിട്ട് നമ്മുടെ ആശുപത്രികൾ മാറും. അപ്പൊ സാധാരണക്കാരന്റെ ആശ്രയമാകേണ്ടത് ഏതാ? സാധാരണക്കാരന്റെ ആശ്രയമാകേണ്ടത് നമ്മുടെ സർക്കാർ ആശുപത്രികളാണ്. സാധാരണക്കാരൻ അതേ വഴിയുള്ളൂ. അസുഖം വന്നു കഴിഞ്ഞാൽ, ഒരു ജലദോഷം വന്നു, ഒരു ഡോക്ടറെ കാണണം എന്ന് വെച്ചിരിക്കട്ടെ, ഡോക്ടർ തരുന്ന മരുന്നിന്റെ വില 25 രൂപയായിരിക്കും, പക്ഷെ ഡോക്ടറെ കാണാനുള്ള ചെലവ് 1000 രൂപയായിരിക്കും. കാരണം വലിയ ആശുപത്രിയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുക, അവിടെ ധാരാളം സംവിധാനങ്ങളുണ്ട്, സൗകര്യങ്ങളുണ്ട്. അതൊക്കെ നടത്തിക്കൊണ്ടുപോകുന്ന ആളുകള് ലാഭം പ്രതീക്ഷിച്ചിട്ടാണ് ആ ആശുപത്രി നടത്തുന്നത്. നമ്മുടെ നാട്ടിൽ പണ്ട് കാലത്ത് ഒരു ചൊല്ലുണ്ടായിരുന്നു, അന്നത്തിനും മരുന്നിനും പണം വാങ്ങരുത്. അതൊക്കെ മാറി. ഇന്ന് ഇതെല്ലാം കച്ചവടമായി. സഹായമായിട്ട് നിൽക്കേണ്ടത്, ആശ്വാസമായിട്ട് നിൽക്കേണ്ടത് ഈ നാട്ടിലെ സർക്കാർ ആശുപത്രികളാണ്. ആ സർക്കാർ ആശുപത്രികളുടെ സ്ഥിതി എന്താ? നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പോഴും കഴിഞ്ഞ ദിവസവും പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു നമ്മുടെ മെഡിക്കൽ കോളേജുകൾ മാതൃകാ ചികിത്സാ കേന്ദ്രങ്ങളാണെന്നാണ്. തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ പല കാരണങ്ങളാൽ ശരാശരി ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഞാൻ പോകാറുണ്ട്. ഒന്നുകിൽ അസുഖമായിട്ട് കിടക്കുന്ന ആരെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ മരണം നടന്നിട്ടുള്ള ഒരാളുടെ പോസ്റ്റ്മോർട്ടം നടത്തുന്ന ഒരു വിഷയം ഉണ്ടാവും. അപ്പൊ തൊട്ടപ്പുറത്തുള്ള ആശുപത്രിയിൽ കയറും. ഞാൻ ഇന്നുവരെ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൽ 2 പേര് കിടക്കാത്ത ഒരു ബെഡുള്ള ഒരൊറ്റ വാർഡ് ഞാൻ കണ്ടിട്ടില്ല. എല്ലാ വാർഡിലും ഒരു ബെഡിൽ ചുരുങ്ങിയത് 2 ആള്. ഈ അടുത്ത കാലത്തായിട്ട് കാണുന്നത് ഒരു ബെഡിൽ 2 ആള്, അതിന്റെ താഴെയും ഒരാൾ. എങ്ങനെ ഈ ആശുപത്രികളിൽ അസുഖം മാറും? പാവപ്പെട്ടവന് വേറെ വഴിയില്ലാത്തത് കൊണ്ട് അവിടെ പോകേണ്ടി വരും. പക്ഷേ പകർച്ചവ്യാധികൾ, പലതരം അസുഖങ്ങൾ, ഇതെല്ലാം ഉള്ള ഒരു കാലഘട്ടത്തിൽ കോവിഡ് ബാധിച്ച് കഴിഞ്ഞ വർഷം 58 പേര് കേരളത്തിൽ മരിച്ചു എന്നാണ് അനൌദ്യോഗികമായിട്ടുള്ള കണക്ക്. നമ്മളാരും ആ കണക്ക് പുറത്തു കണ്ടിട്ടില്ല. മസ്തിഷ്ക ജ്വരം ബാധിച്ച് ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. വെള്ളം ഉള്ളിൽ ചെന്നതിന്റെ പേരിലാണ് ഈ മരണം നടന്നതെന്ന് പറയുന്നു. എവിടുത്തെ വെള്ളമാണ്? കിണറ്റിലെ വെള്ളമാണോ, കുളത്തിലെ വെള്ളമാണോ, അതോ പൈപ്പിലെ വെള്ളമാണോ, മറ്റെവിടെയെങ്കിലും ഉള്ള വെള്ളമാണോ? അറിയില്ല.
അങ്ങനെയുള്ള നിരവധി അസുഖങ്ങൾ, ഈ അസുഖങ്ങളൊക്കെ നിലനിൽക്കുന്ന പകർച്ചവ്യാധികളുള്ള ഒരു സംസ്ഥാനമായിട്ടുള്ള കേരളം, ആ കേരളത്തിലെ പൊതു ആരോഗ്യ മേഖല, മെഡിക്കൽ കോളേജുകൾ, ജില്ലാ ആശുപത്രികൾ, താലൂക്ക് ആശുപത്രികൾ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, ഈ ആരോഗ്യ കേന്ദ്രങ്ങളുടെയൊക്കെ സ്ഥിതി എന്താ? മെഡിക്കൽ കോളേജിൽ ഉപകരണങ്ങൾ കൊടുത്തതിന്റെ പണം കിട്ടാത്തതിന്റെ പേരിൽ ആ ഉപകരണം തിരിച്ചെടുക്കുമെന്ന് ഉപകരണം നൽകിയ കമ്പനികൾ സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. നരേന്ദ്രമോദി സർക്കാർ പൊതുജന ആരോഗ്യ കേന്ദ്രങ്ങൾ ഈ നാട്ടിലെ സാധാരണക്കാരന് ആ സൗകര്യങ്ങൾ ലഭ്യമാകണം, അവർക്ക് ചുരുങ്ങിയ ചെലവിൽ ചികിത്സാ സഹായം ലഭിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ജനൌഷധി കേന്ദ്രങ്ങൾ തുടങ്ങിയത്. പാവപ്പെട്ടവർക്ക് ചുരുങ്ങിയ വിലക്ക് ഔഷധങ്ങൾ ലഭ്യമാകണം. പാവപ്പെട്ടവർക്ക് വർഷത്തിൽ 5 ലക്ഷം രൂപ വരെയുള്ള ചികിത്സ, ആ ചികിത്സയുടെ പണം അത് സർക്കാർ വഹിക്കും. 5 ലക്ഷം വരെ ഉള്ള ചെലവ്, ആ ചെലവ് ഒരു കുടുംബവും അയാൾക്ക് വേണ്ടിയിട്ട് കുടുംബം വഹിക്കേണ്ട ആവശ്യമില്ല, സർക്കാർ എടുക്കും. അതിൽ ഒരു മാനദണ്ഡവും ഇല്ലാതെ 70 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് അത് നടപ്പിലാക്കാൻ സർക്കാർ തീരുമാനമെടുത്തു. കേരളത്തിൽ അത് ഇപ്പോഴും നടപ്പിലാക്കിയിട്ടില്ല. 70 വയസ്സ് കഴിഞ്ഞവർക്ക് സൗജന്യമായിട്ടുള്ള ചികിത്സ, ആ ചികിത്സ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്നു. കാരണം ജോലി ചെയ്യാൻ കഴിയാത്ത ആൾക്കാരാണ്. അവരുടെ അധ്വാനിച്ച് വരുമാനമുണ്ടാകുന്ന കാലം, ആ പ്രായം കഴിഞ്ഞു. അപ്പൊ അവരെ ജീവിക്കേണ്ടി വരിക ഒന്നുകിൽ സ്വന്തം പണ്ട് കാലത്ത് ജോലി ചെയ്തിരുന്നതിന്റെ പെൻഷൻ, അല്ലെങ്കിൽ അവരുടെ മക്കളാരുടെയെങ്കിലും വരുമാനത്തിൽ നിന്നൊരംശം. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഭാരമാകരുത് എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് 70 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും സൗജന്യമായിട്ട് അവരുടെ സമ്പൂർണമായിട്ടുള്ള ചികിത്സാ ചെലവ്, ആ ചെലവ് വഹിക്കാൻ പറ്റുന്ന വിധത്തിൽ സർക്കാർ പദ്ധതി നടപ്പിലാക്കിയത്. കേരള സർക്കാർ അത് നടപ്പിലാക്കാൻ തയ്യാറില്ല. ഇന്നലെ ബഹുമാന്യനായിട്ടുള്ള ആരോഗ്യ വകുപ്പ് മന്ത്രി, പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ശ്രീ JP നഡ്ഡാജി, അദ്ദേഹം ഇന്നലെ കൊല്ലത്ത് വന്നപ്പോ അദ്ദേഹം പറഞ്ഞു, ഇതേപോലെയുള്ള ഒരു നിലപാടെടുത്ത സർക്കാരായിരുന്നു ഡൽഹിയിലെ സർക്കാർ, ഞങ്ങൾ നടപ്പിലാക്കില്ല. ഇതേപോലെയുള്ള നിലപാടെടുത്ത സർക്കാരായിരുന്നു ഒറീസയിലെ സർക്കാർ, ഞങ്ങൾ നടപ്പിലാക്കില്ല. ആ സംസ്ഥാനത്തെ ജനങ്ങൾ തീരുമാനമെടുത്തു. ജനോപകാരപ്രദമായിട്ടുള്ള, ജനക്ഷേമകരമായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ സന്നദ്ധരല്ലാത്ത ആ പാർട്ടികളെ, ആ സർക്കാരുകളെ ജനങ്ങൾ താഴെ ഇറക്കി. ഡൽഹിയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ, രേഖാ ഗുപ്തയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വന്നു. ഒറീസയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വന്നു. ഈ 2 സർക്കാരുകളും വന്നപ്പോ ആ നാട്ടിലെ ജനങ്ങൾ ആശ്വസിക്കുന്നു. കാരണം അതിനു മുൻപുള്ള സർക്കാർ നടപ്പിലാക്കാൻ വിസമ്മതിച്ചിരുന്ന ഈ പദ്ധതി, 70 വയസ്സ് കഴിഞ്ഞവർക്ക് സൗജന്യമായിട്ടുള്ള ചികിത്സാ പദ്ധതി എന്നുള്ള പദ്ധതി, ആ പദ്ധതി നടപ്പിലാക്കാൻ 2 സർക്കാരുകളും തീരുമാനമെടുത്തു. കേരളത്തിലെ സാധാരണക്കാർക്ക്, 70 വയസ്സ് കഴിഞ്ഞവർക്ക് കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി നൽകുന്ന സൗജന്യമായിട്ടുള്ള ആരോഗ്യ പരിരക്ഷയുടെ സംവിധാനം, ആ സംവിധാനം കേരളത്തിൽ ലഭിക്കണമെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഈ സർക്കാരിനെ താഴെ ഇറക്കുക എന്നുള്ള തീരുമാനത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. എങ്കിൽ കേരളത്തിലെ ജനങ്ങൾ അതിന് തീരുമാനമെടുക്കേണ്ടി വരുന്ന ഒരു സ്ഥിതി, ആ സ്ഥിതിയാണ് വരാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, അഴിമതിക്കെതിരായിട്ടുള്ള നിലപാട്, സുതാര്യതയോടുകൂടിയുള്ള ഭരണം, ജനക്ഷേമം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഭരണം, ആ ഭരണം എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നയം. അത് പാർലമെന്റ് മുതൽ പഞ്ചായത്ത് വരെ ഈ നയം നടപ്പിലാക്കാൻ പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. അതുകൊണ്ടാണ് ആ നാട് പഞ്ചായത്തിൽ ജനക്ഷേമത്തിന് താൽപര്യം, ജനക്ഷേമത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യം ഉണ്ടായില്ലെങ്കിൽ നമ്മൾ ഇത്രയും കാലം ആവർത്തിച്ചിരുന്ന അതേ കാര്യം വരാനിരിക്കുന്ന കാലത്തും ആ നാടിൽ ആവർത്തിക്കും. അതുകൊണ്ട്
ഈ തീവട്ടിക്കൊള്ള അവസാനിപ്പിക്കാൻ, അതിനു വേണ്ടിയിട്ട് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇവരെ രണ്ടുപേരെയും ഭരണമേൽപ്പിക്കില്ല എന്നുള്ള തീരുമാനമെടുക്കേണ്ട സമയം, ആ സമയം സമാഗതമായിരിക്കുന്നു എന്നുള്ളത് ആ നാട് ജനങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഈ യാത്രയിലൂടെ സാധിച്ചു എന്നുള്ളതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഈ യാത്രയ്ക്ക് ഇന്ന് പകൽ മുഴുവൻ നൽകിയ വിവിധ പ്രദേശങ്ങളിൽ നൽകിയ സ്വീകരണങ്ങൾ. ആ സ്വീകരണങ്ങൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ മാത്രമല്ല, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഈ ആനാട് പഞ്ചായത്തിന്റെ വികസനത്തിൽ താല്പര്യമുള്ള, ആനാട് പഞ്ചായത്തിൽ അഴിമതിക്കൊരു അറുതി വരുത്തണം എന്ന് താല്പര്യമുള്ള, ആനാട് പഞ്ചായത്തിലെ ജനങ്ങളെ ഊറ്റിയെടുത്ത് അവരെ ഊറ്റിപ്പിടിയുന്ന ഈ ഇടത് വലത് മുന്നണികളുടെ സമീപനങ്ങൾ, ആ സമീപനങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും ഒറ്റക്കെട്ടായി നിന്ന് അഴിമതിക്കെതിരായിട്ടുള്ള ഒരു മുന്നേറ്റത്തിന് തുടക്കം കുറിക്കേണ്ട സമയം സമാഗതമായിരിക്കുന്നു. അതിന്റെ തുടക്കമാകട്ടെ ഈ യാത്ര എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.